ഇന്നത്തെ ഓണം സീരീസിൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനെ കടൽപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനെ മൈദ, ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ചപ്പാത്തി മാവിനേക്കാളും സോഫ്റ്റ് ആയിരിക്കണം. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് അടച്ച് മാറ്റി വെക്കാം. കടലപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് പഞ്ചസാര കൂടി ചേർത്ത് പഞ്ചസാര നന്നായി അലിയുന്ന വരെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജാതിക്കപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളമെല്ലാം വറ്റി വരുന്ന വരെ കുക്ക് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം ചെറിയ ഉരുളകളാക്കി വെക്കാം. കുറച്ച് മൈദമാവ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ നടുവിലേക്ക് ഉരുളകളാക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള മാവ് മുറിച്ച് കളയണം. നല്ല തിന്നായിട്ടുള്ള കോട്ടിംഗ് ആണെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബോളി ആയിരിക്കും. ഇനി ഇത് അരിപ്പൊടി വിതറി ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബോളി ഇട്ട് ഒരു സൈഡ് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ എടുത്താൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബോളി റെഡിയാണ്.